അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ASR വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് രാവിലത്തെ ഉച്ചക്കത്തൊക്കെ പറയാൻ ഇറങ്ങിയ ചെറിയൊരു കുഞ്ഞു വീഡിയോ തന്നെയാണ്. വീഡിയോ ഒന്ന് എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വീഡിയോയെക്കുറിച്ചുള്ള എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. രാവിലെ ഉണ്ടാക്കിയിരിക്കുന്ന ചപ്പാത്തിയാണ് കേട്ടോ. അത് എണ്ണല്ലാണ്ടാണ് ചപ്പാത്തി ഇട്ടത്. പിന്നെ ഇതിലേക്ക് കടലയും ഉരുളക്കിഴങ്ങും പാടെ കുക്കറിൽ ഒറ്റ വിസിലടിച്ചിട്ടുള്ള ഒരു കടലക്കറിയാണ്. അടിപൊളി കറിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇപ്പോൾ ഞായറാഴ്ചക്കലത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ബിരിയാണി ഉണ്ടാക്കാനാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി തന്നെയാണ്. പിന്നെ അതിലേക്ക് ഞാനൊരു തുണ്ട് ജാതിക്ക, ഗ്രാമ്പു, ഏലക്കായ്, വലിയ ജീരകം, പട്ട, തക്കോലം, കുരുമുളക്, ഷാജീരകം, ചെറിയ ജീരകം, ജാതിപത്രി ഇതൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാം പാടെ നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഞാനത് ഇടികരിട്ട് ഇടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മിക്സിയിലിട്ട് പൊടിക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇത് ബിരിയാണി ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ മസാല അവിടെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാനത് ബീഫ് 1 കിലോ ബീഫാണ്. നല്ല അടിപൊളി ബീഫാണ്. വറ്റാൻ വേണ്ടി വാങ്ങിക്കൊടുത്തതാണ്. അപ്പോൾ കണ്ടപ്പോൾ നല്ല ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ബീഫ് അവിടെ നല്ലപോലെ കഴുകി വെള്ളം പാരാൻ ഇനി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. ബീഫ് കഴുകണമൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ. പിന്നെ ഞാൻ കുക്കറിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചതിന് ശേഷം ആദ്യം ഫ്ലെയിം ഓൺ ആക്കുക കേട്ടോ. എന്നിട്ട് കുക്കർ വെച്ചിട്ട് എണ്ണയും ഓയിലൊക്കെ ഒഴിക്കുക. അതിന് ശേഷം നമ്മൾ സ്പൈസസ് ഇടുന്നുണ്ട്. 2-3 ഏലക്കായും ഗ്രാമ്പു പട്ട ഇത് മാത്രമേ ഇടണുള്ളൂ. അതിട്ട് നല്ലപോലെ പൊട്ടിയതിന് ശേഷം 2 വലിയ ഉള്ളി ഇട്ട് നല്ലപോലെ സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റിയതിന് ശേഷം ഞാൻ അതിലിടുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി 3 പാടെ ചതച്ചതാണ്. അതിട്ടതിന് ശേഷം നല്ലപോലെ പച്ചമണം പോകുന്നവരെ നല്ലപോലെ വഴറ്റുക. ഞാനിതിൽ വഴറ്റുന്നത് ഒരുപാട് ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വഴറ്റുക. പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു പിടി മല്ലിയില ഇട്ടിട്ടുണ്ട്. കുറച്ച് പുതിനയില ഇട്ടിട്ടുണ്ട്. അതും ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഞാനതിലേക്ക് 3 തക്കാളി ഇട്ടിട്ടുണ്ട്. മീഡിയം സൈസ് തക്കാളിയാണ്. അപ്പോൾ ഞാൻ 3 ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിരിക്കുന്നത്. അതും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കുന്നുണ്ട്. ഒരുപാട് പുളിയില്ലാത്ത തൈരാണത്. തൈര് ഒഴിച്ച് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാനതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ബിരിയാണി മസാല മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അത് ബാക്കി അവിടെ എടുത്ത് വെച്ചിട്ടൊന്നുമില്ല. കുറേശ്ശെയല്ലേ പൊടിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം അത് നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിത് തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വരണം. പിന്നെ അതിലേക്ക് 2-3 പച്ചമുളക് ഇടുന്നുണ്ട്. പച്ചമുളക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് നമ്മൾ കഴുകി വെള്ളം നല്ലപോലെ വാർന്ന ബീഫാണ് ഇടുന്നത്. ബീഫ് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ എണ്ണയിലും മസാലയിലും കിടന്ന് നല്ലപോലെ ബീഫ് ഒന്ന് തിള വരണം. തിള വരുന്നവരെ ഒരു 5 മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഞാൻ ഇളക്കുന്നത്. പിന്നെ ബീഫിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ഞാൻ ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ തിള വന്നിട്ടുണ്ട്. തിള വന്നതിന് ശേഷം ഞാൻ കുക്കർ മൂടി വെക്കുന്നുണ്ട്. കുക്കർ മൂടിയിട്ട് നമ്മൾ ഇനി അതിലേക്ക് അതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കുക. വെയിറ്റ് ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് എത്ര വിസിലാണോ വേകാൻ ആവശ്യമായിട്ടുള്ള ബീഫ് വേകാൻ ആവശ്യമുള്ളത് വിസിലടിപ്പിക്കുക. വിസിലൊക്കെ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം അതിലത്തെ മുഴുവനും എയർ പോയതിന് ശേഷം മാത്രം കുക്കർ തുറക്കുക. ഇതിലത്തെ കംപ്ലീറ്റ് പ്രഷറും മുഴുവനും പോയതിന് ശേഷം മാത്രം നമ്മൾ കുക്കർ തുറന്നാൽ മതി. അപ്പോൾ അതാ അതിലത്തെ മുഴുവൻ എയറും പോയതിന് ശേഷം ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ നല്ലപോലെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഞാൻ പകുതി ഇറച്ചി ഇങ്ങോട്ട് മാറ്റിയിട്ട് ആ വെള്ളം മുഴുവനും കോരിയെടുക്കുന്നുണ്ട്. ഇന്ന് കുറച്ച് ഇറച്ചി എടുത്തിട്ടാണ് ഞാൻ ബിരിയാണിയിൽ ഇടണുള്ളൂ കേട്ടോ. വെള്ളം നമ്മൾ ചോറ് വെക്കുമ്പോൾ ആദ്യം ബീഫിൽ എത്ര വെള്ളം ഉള്ളത് വെച്ചാൽ അതുകൊണ്ട് കോരിയെടുത്ത് അതിന് അളന്നതിന് ശേഷം ബാക്കി വെള്ളം ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ ചോറ് ഒരുപാട് വെള്ളക്കളിയാവുള്ളൂ. അപ്പോൾ എനിക്കിതിൽ 1.5 കപ്പ് വെള്ളം കിട്ടിയിട്ടുണ്ട് ഇറച്ചി മസാല. അതിൽ കൂടെ ബാക്കി ഞാനിത് 3 കപ്പ് അരി ഇട്ടിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിന് 4.5 കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് 1.5 കപ്പ് നമ്മൾ അരി
ഇറച്ചിൻ്റെ കിട്ടിയ കാരണം 3 കപ്പും കൂടി വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടുക. പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ കുക്കറിലാകുമ്പോൾ. ഞാനൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കുക്കറിൽ തന്നെ ഉണ്ടാക്കുക. പിന്നെ വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. ചോറ് തമ്മിലൊന്നും ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നത്. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പും മുളകും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ ബിരിയാണിയിലേക്ക് അങ്ങനെയൊന്നും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും ഇടലില്ല. വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം 3 കപ്പ് അരിയാണ് നല്ലപോലെ കഴുകി അരമണിക്കൂർ കുതിർത്ത് നമ്മൾ വെള്ളം വാരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നല്ലപോലെ വാർന്നതിന് ശേഷം മാത്രം അരിയിടുക. അരി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അത് ഞാൻ പകുതി ബീഫ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കറി ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. ഒന്നിച്ചിട്ട് ചോറിലിട്ട ബീഫൊന്നും ഇവിടെ അങ്ങനെ ആരും കഴിക്കൊന്നുമില്ല. ബീഫിൻ്റെ വെള്ളത്തിൽ ചോറ് വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ 3 കപ്പ് അരിക്ക് 1/2 കിലോ ബീഫൊക്കെ തന്നെ ധാരാളം തന്നെ. പിന്നെ നല്ലപോലെ ഞാൻ ഇളക്കിയതിന് ശേഷം കുക്കർ മൂടിയിട്ടുണ്ട്. കുക്കർ മൂടിയതിന് ശേഷം ഇനി നമ്മൾ വിസിലിൽ കൂടെ എയർ വരണം കേട്ടോ പുറത്തേക്ക്. എയർ വന്നതിന് ശേഷം മാത്രം അതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കുക. വെയിറ്റ് ഇട്ടതിന് ശേഷം ഒരു വിസിലടിക്കുക. ഒറ്റ വിസിലടിച്ചാൽ മതി. ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മളിതൊരു 5 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക കേട്ടോ. ആ എയറോട് കൂടി തന്നെ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലത്തെ ഫുള്ള് എയർ കളഞ്ഞിട്ടുണ്ട്. കളഞ്ഞെടുത്തതിന് ശേഷം ഞാൻ അത് കുക്കർ തുറന്നു. ഫുള്ള് എയർ കളഞ്ഞതിന് ശേഷം മാത്രം കുക്കർ തുറക്കുക. കുക്കർ തുറന്നതിന് ശേഷം ഞാനത് നല്ലപോലെ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈസിയാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ആ ബീഫ് വേകണ ഒരു അരമണിക്കൂർ മാത്രം സമയം പിടിക്കുള്ളൂ. പിന്നെ നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് അതിൻ്റെ മേലെ ഒഴിക്കുന്നുണ്ട്. ഞാൻ ആദ്യം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ സമയത്ത് ഒഴിച്ചാൽ മതി. നെയ്യും എണ്ണയൊക്കെ കുറവാക്കണവർക്ക് കുറവാക്കിയിട്ടും വെക്കാം. നെയ്യ് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഞാൻ അത് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ബിരിയാണി. ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ചോറൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. 5 മിനിറ്റ് നമ്മൾ വെച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് വേകാണ്ടൊന്നും ഇരുന്നിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. പിന്നെ അത് നല്ലപോലെ ഇളക്കി നമ്മൾ ദമ്മിടും പോലെ നല്ലപോലെ ഇളക്കി ഉപ്പാക്കിയതിന് ശേഷം പിന്നെ ഞാനത് കുക്കർ മൂടി വയ്ക്കുന്നുണ്ട്. കുക്കർ മൂടിയിട്ട് ഇനി നമ്മൾ വെയിറ്റ് ഇടണ്ട. വെയിറ്റ് ഇടാതെ തന്നെ ഒരു 5-10 മിനിറ്റ് അത് അങ്ങനെ തന്നെ വെക്കുക. വെച്ചതിന് ശേഷം നിങ്ങൾ തുറന്നിട്ട് വിളമ്പി നോക്കിയാൽ അടിപൊളി ബിരിയാണിയാണ്. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി. ഇൻഷാ അള്ളാ ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും. ബൈ. ഇതിൻ്റെ മുമ്പ് ഞാൻ ചോറ് വെക്കണം, സാധാ റേഷൻ അരി ആണെങ്കിൽ ഏത് അരി ചോറ് വെക്കണത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടാകും. ഒരുപാട് കൂട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഇല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ടുള്ള വീഡിയോ തന്നെയാണ്.